ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചട്നി സാമ്പാർ എന്ന വെബ് സീരീസിൻ്റെ എപ്പിസോഡ് 4ൻ്റെ കഥയായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വരുത്തിയത് സോഫിയുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതായിരുന്നു. അപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് സോഫി സച്ചിനോട് പറയുവാണ്. കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, എൻ്റെ ഡിവോഴ്സും കഴിഞ്ഞതാണ്. അപ്പോൾ സച്ചിൻ ചോദിക്കും ഹസ്ബൻഡോ എന്ന് ചോദിക്കുമ്പോൾ ഹസ്ബൻഡ് ഇപ്പം ജയിലിലാണ്. എൻ്റെ അമ്മായിയമ്മയുടെ പേര് ഗൗരി എന്നാണ്. അവരെൻ്റെ അച്ഛൻ്റെ ഡിസ്റ്റൻറ്റ് റിലേറ്റീവാണ്. അവർക്ക് രാഷ്ട്രീയവും പണവും ഗുണ്ടായുസവും എല്ലാം ഉള്ളവരാണ്. എന്നെ ഒരു ഫംഗ്ഷന് വെച്ചിട്ടാണ് അവരെ മകൻ എന്നെ കാണുന്നത്. അങ്ങനെ എന്നെ ഇഷ്ടമായിട്ട് വീട്ടിൽ വന്ന് ചോദിച്ചു. അപ്പോൾ പണമുള്ളവരാണല്ലോ, സ്ത്രീധനമൊക്കെ ഇങ്ങോട്ട് തന്ന് കെട്ടിക്കോളാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛനെ അറിയാമല്ലോ. അച്ഛൻ അതിന് സമ്മതിക്കുകയും ചെയ്തു. പിന്നെ എൻ്റെ മുത്തശ്ശിയും പറഞ്ഞു, എന്തായാലും എൻ്റെ അച്ഛനേക്കാളും മോശമായിട്ട് ആരും ഉണ്ടാവില്ല. അവൻ എന്തായാലും നിന്നെ ഇഷ്ടപ്പെട്ട് വന്നതല്ലേ, നീ നന്നായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കാം അവനെ കല്യാണം കഴിച്ചിട്ടെന്ന് പറഞ്ഞു. അന്ന് ഞാൻ ചെറുപ്പം കൂടിയല്ലേ, ഞാൻ മെച്ചുവേർഡ് അല്ലല്ലോ. അപ്പം ഞാനും വിചാരിച്ചു ഹാപ്പിയായിട്ട് ജീവിക്കാമല്ലോ, ഇവിടെ നിന്ന് രക്ഷപ്പെടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും ഓക്കെ പറഞ്ഞു. കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളൊക്കെ ഹാപ്പി ആയിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് അയാളുടെ സ്വഭാവം എനിക്ക് മനസ്സിലായത്. എന്നും അടിയും പിടിയും ഗുണ്ടായുസാണ്. എന്നും വൈകിട്ടാകുമ്പോഴത്തേനും കുറേ ഗുണ്ടകളെ കൊണ്ട് വരികയും ചെയ്യും. അവർക്ക് ഞാൻ സൈഡ് ഡിഷും ഉണ്ടാക്കി കൊടുക്കണം. മദ്യപിക്കും, ഞാൻ സൈഡ് ഡിഷ് ഉണ്ടാക്കി കൊടുക്കണം. അഥവാ ഉണ്ടാക്കി കൊടുക്കില്ലെന്നങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ ടോർച്ചർ വേറെ. കുറച്ചാളൊക്കെ ഞാൻ സഹിച്ചു. പിന്നെ എനിക്ക് മതിയായി. എൻ്റെ അമ്മയ്ക്ക് പറ്റിയ അബദ്ധം ഇനി എനിക്ക് പറ്റുമെന്ന് തോന്നിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അവരെന്നെ ഇടയ്ക്കിടയ്ക്ക് ഭീഷണിപ്പെടുത്തിയും സ്നേഹത്തോടെയും ഒക്കെ വിളിക്കാറുണ്ട്. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിന്നു. അങ്ങനെ എൻ്റെ ഭാഗ്യത്തിനാണ് അയാൾ ജയിലിലായത്. ആ സമയം തന്നെ ഞാൻ ഡിവോഴ്സും വാങ്ങി. ഒറ്റയ്ക്ക് ജീവിക്കുക എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ ഇറങ്ങി വന്നത്. പക്ഷേ ഇങ്ങനെയൊന്നും അറിയാൻ പാടില്ല. അപ്പോഴാണ് രത്നസ്വാമി അങ്കിൾ എനിക്ക് ധൈര്യത്തോട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ജോലി തന്നത്. അതിൻ്റെ സോഫിയ പറയുന്നുണ്ട്, ഞാനിപ്പോൾ കറസ്പോണ്ടൻ്റായിട്ട് ഡിഗ്രി ചെയ്യുവാണ്. എനിക്ക് ടീച്ചറാവണമെന്നാണ് ആഗ്രഹം. എനിക്ക് എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്ന് പോകണം. ഈ നാട്ടിൽ നിൽക്കാൻ എനിക്ക് ആഗ്രഹമില്ല എന്നൊക്കെ സോഫി പറയാണ്. അങ്ങനെ അതൊക്കെ പറഞ്ഞ് സോഫിയിൽ നിന്ന് കരയുവാണ്. അപ്പോൾ സച്ചിൻ പറയുവാണ്, ഞാൻ വിചാരിച്ചത് എൻ്റെ അമ്മയ്ക്കാണ് ഈ വിധി എന്നാണ്. ഒരുപാട് സ്ത്രീകൾ അങ്ങനെ ഉണ്ടല്ലേ, നീ കരയാതിരിക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവരവിടെ നിന്ന് പോവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് സച്ചിൻ്റെ കുട്ടിക്കാലമാണ്. സച്ചിൻ്റെ അമ്മ സച്ചിനൊരു 500 രൂപ കയ്യിലേക്ക് കൊടുക്കുവാണ്. അപ്പോൾ സച്ചിൻ എന്തിനാന്ന് ചോദിക്കുമ്പോൾ സച്ചിൻ്റെ അമ്മ പറയുന്നുണ്ട്, നീ എൻ്റെ കൂടെ പണിയെടുത്തതല്ലേ, ഇതാണ് നിൻ്റെ ശമ്പളം. പക്ഷേ നീ ചിലവാക്കാൻ പാടില്ല, നീ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിലിടണം. അപ്പോൾ സച്ചിൻ പറയും, ശരി അമ്മേ, പക്ഷേ ഞാൻ ഈ ഒരു പ്രാവശ്യം ഞാൻ ചിലവായിക്കോട്ടെ. അപ്പോൾ അമ്മ ചോദിക്കും, നിനക്ക് എന്ത് ചിലവാടാ? അപ്പോഴാണ് കാണിക്കുന്നത് സച്ചിൻ അമ്മേനെ ഒരു നല്ലൊരു ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് അമ്മയ്ക്ക് ഫുഡ് വാങ്ങി കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ബില്ല് സച്ചിൻ അടയ്ക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ അമ്മയ്ക്ക് അഭിമാനത്തോടുകൂടി അമ്മ ഇരിക്കുവാണ്. നന്നായിട്ടുണ്ടെന്നുള്ള രീതിയിൽ അമ്മ എക്സ്പ്രഷൻ ഇടുന്നുണ്ട്. അത് കാണുമ്പോൾ അമ്മയ്ക്കൊരു സന്തോഷമാണ്. എൻ്റെ മകൻ്റെ ആദ്യ വരുമാനത്തിൽ അമ്മയ്ക്ക് വാങ്ങി തന്ന ഫുഡല്ലേ. എന്നിട്ട് ഒരു ഹാപ്പി ആയിട്ട് രണ്ടുപേരും കൂടി ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു ബീച്ചിൽ പോയിരുന്നു വർത്തമാനം പറയുവാണ്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടിയിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരിക്കുവാണ്. ആ സമയം അമ്മ പറയുവാണ്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണെന്ന്, താങ്ക്സ് മോനെ എന്ന് പറയുവാണ്. അപ്പോൾ സച്ചിൻ പറയുന്നത്, എന്താണ് അമ്മ എനിക്ക് എത്ര പ്രാവശ്യം വാങ്ങി തന്നിട്ടുണ്ട്. ഞാൻ വളർന്ന് വലുതായി കഴിയുമ്പോൾ ഞാൻ ഇനിയും ഇതുപോലെയുള്ള വലിയ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് അമ്മയ്ക്ക് ഫുഡൊക്കെ വാങ്ങിത്തരാം കേട്ടോ എന്ന് പറയും. അപ്പോൾ അമ്മ പറയും, മോനെ ബാബു, പണം സമ്പാദിക്കുന്നതേ കൊള്ളാം, പക്ഷേ അത് നീ എത്ര 10 പൈസ ഉണ്ടാക്കുന്നതാണേലും നീ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കണേയിരിക്കണം. ആരെയും വിശ്വസിച്ച് ജീവിക്കരുത്. മോൻ സമ്പാദിച്ച് തന്നെ ജീവിക്കണം കേട്ടോ എന്ന് പറയും. അപ്പം ബാബു തലയാട്ടും. അത് കഴിഞ്ഞിട്ട് പ്രസൻറ്റിലുള്ളതാണ്. സോഫിയുടെ അമ്മായിയമ്മ ഗൗരി ആണെങ്കിലും രാഷ്ട്രീയക്കാരനെ കാണാൻ പോയിട്ട് പറയുന്നുണ്ട്, എൻ്റെ മകൻ 3 മാസം കഴിയുമ്പോൾ ഇറങ്ങും. അവൻ പാർട്ടിക്ക് വേണ്ടിയിട്ടാണല്ലോ ഒരാളെ കൊന്നത്. അതിനുവേണ്ടിയാണല്ലോ ജയിലിൽ പോയത്. അവൻ പുറത്തിറങ്ങുമ്പോൾ എന്തെങ്കിലും കാര്യമായിട്ടുള്ള പാർട്ടിയിൽ എന്തെങ്കിലും അവനൊന്ന് സ്ഥാനം കൊടുക്കണമെന്ന് പറയും. ഇനി വരുന്ന ഇലക്ഷൻ അവന് നിർത്തണമെന്ന് പറയും. അപ്പോൾ അങ്ങേര് പറയും, അതിന് ചില നിയമ തടസ്സങ്ങളൊക്കെ ഉണ്ട്, എന്തായാലും അവൻ ഇറങ്ങട്ടെ, ഞങ്ങൾ അവനെ കൈയൊഴിയില്ലല്ലോ, ഞങ്ങൾക്കറിയാമല്ലോ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരാളുടെ നമ്പർ തരാം, അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നും പറഞ്ഞിട്ട് ഗൗരിക്ക് ഒരാളുടെ നമ്പർ കൊടുക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് പീറ്റർ സച്ചിനും കൂടിയിട്ട് വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോഴത്തേനും സോഫിയുടെ അച്ഛനവിടെ വഴിയിൽ കിടക്കുവാണ് കള്ളു കുടിച്ചിട്ട്. അങ്ങനെ അയാൾ ഇവരെ കാണുമ്പോഴത്തേനും പതുക്കെ എണീറ്റ് വരും. എണീറ്റ് വന്നിട്ട് സച്ചിനോട് ഒരു 1000 രൂപ കടം ചോദിക്കും. അപ്പോൾ പീറ്റർ പറയും, കൊടുക്കരുതെന്ന് പറഞ്ഞാൽ സച്ചിൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു 1000 രൂപ എടുത്ത് കൊടുക്കും. അങ്ങനെ എന്നിട്ട് അയാൾ പോകുമ്പോഴത്തേനും പീറ്റർ പറയും, എന്തിനാണ് കൊടുത്തത്? സോഫി അറിഞ്ഞാൽ വഴക്ക് പറയും. അതൊരു പഴയ 1000 നോട്ടാണ്, അതുകൊണ്ടാണ് അയാൾക്കെടുത്ത് കൊടുത്തതെന്നും പറഞ്ഞിട്ട് അവരങ്ങ് പോകും. അത് കഴിഞ്ഞ് സച്ചിൻ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ കാർത്തിക് അതുവഴി വണ്ടിയിൽ വരുന്നുണ്ട്. സച്ചിനെ കണ്ടിട്ട് വണ്ടി നിർത്തുന്നുണ്ട്. എന്നിട്ട് എങ്ങോട്ടാണ് പോയെന്ന് ചോദിക്കുമ്പോൾ കാർത്തിക് പറയുന്നുണ്ട്, ഞാൻ നിനക്കൊരു സാധനം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വണ്ടിയിൽ നിന്നൊരു കുഞ്ഞു പൗച്ചുമായിട്ട് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് അച്ഛൻ്റെ വാച്ച്, അച്ഛൻ്റെ പേന, അങ്ങനെ കുറച്ച് സാധനങ്ങൾ എടുത്ത് കാണിക്കുന്നുണ്ട്. അതിലൊരു കർച്ചീഫിൽ A love R എന്ന് എഴുതിയിട്ടുണ്ട്. അതാരാന്നറിയില്ല, എയിൽ അമുദയാണ്.
എന്നിട്ട് പറയുന്നുണ്ട് പ്രണയത്തിന് പ്രായമില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തിക് പറയുന്നുണ്ട്. അപ്പോൾ സച്ചിൻ പറയുന്നുണ്ട് ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ അമ്മയോട് അച്ഛന് എത്രത്തോളം സ്നേഹം ഉണ്ടായെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം മകൾക്ക് പോലും എൻ്റെ അമ്മയുടെ പേരല്ലേ ഇട്ടേക്കുന്നത്. പണ്ട് കുഞ്ഞിലെ ഞാൻ ഒരിക്കൽ അച്ഛനെ എന്തോ ചീത്ത പറഞ്ഞപ്പോഴത്തേനും അമ്മ എന്നോട് തൊഴുതിട്ട് പറഞ്ഞു, നീ ഇനി ദയവ് ചെയ്ത് അച്ഛനെ ഇങ്ങനെ ചീത്ത പറയരുത്, അദ്ദേഹം ഒരു പാവമാണെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ വഴക്കൊന്നും പറഞ്ഞിട്ടേ ഇല്ല. എനിക്ക് തോന്നുന്നു ഞാനിന്നൊരു മകനുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ ചിലപ്പോൾ തിരിച്ച് വന്നേനായിരുന്നു. അപ്പോൾ കാർത്തിക്കും അതേന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സച്ചിൻ ചോദിക്കുന്നുണ്ട്, ഇപ്പം എങ്ങനെയാണ് അച്ഛൻ അറിഞ്ഞത് ഇങ്ങനൊരു മകനുണ്ട് എന്നുള്ളത്? അപ്പോൾ കാർത്തിക് പറയുന്നു, അതെനിക്കറിയില്ല, ആ സമയത്ത് എനിക്ക് ചോദിക്കാനൊന്നും സാധിച്ചില്ല, എങ്ങനെയാണ് അറിഞ്ഞതെന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. അതേന്ന് സച്ചിൻ പറയുന്നുണ്ട്, നമ്മൾ 4 പേരല്ലാണ്ട് ഈ ഒരു കാര്യം ഇനി ആരും അറിയരുത്. കാരണം ഇവിടെ എല്ലാവരും അദ്ദേഹത്തെ ദൈവത്തെ പോലെയാണ് കാണുന്നത്. ഇതെങ്ങനെ പറഞ്ഞാൽ കാർക്കിച്ച് തുപ്പും. എനിക്കിവിടെ വന്നതിന് ശേഷമാണ് അച്ഛനോടുള്ള ദേഷ്യമൊക്കെ മാറിയത്. ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിയപ്പോഴാണ് അച്ഛനോടുള്ള ദേഷ്യമെല്ലാം മാറിയത് എന്നൊക്കെ സച്ചിൻ പറയുന്നുണ്ട്. അപ്പോൾ കാർത്തിക് താങ്ക്സ് പറയുന്നുണ്ട്. എന്തിനാന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഇത്ര നന്നായിട്ട് മനസ്സിലാക്കിയില്ലേ അതിനാന്ന് പറയും. അപ്പോൾ കാർത്തിക് ഒരു പാവമാണ് കേട്ടോ. നമുക്കിത് കാണുമ്പോഴത്തേനും വളരെ പാവം തോന്നും. വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു ഫേസാണ് ആളുടെ. അപ്പോൾ അത് കഴിയുമ്പോഴത്തേനും സച്ചിൻ പറയും, കാർത്തി ഒരു കാര്യം കൂടി ഉണ്ട്. അച്ഛൻ്റെ കുറേ സാധനങ്ങൾ ഇരിപ്പില്ലേ, അതിൽ അച്ഛൻ്റെ പേഴ്സ് ഞാൻ എടുത്തിട്ട് അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട്. അപ്പോൾ കാർത്തിക് പറയും, അതിൽ കാശൊന്നുമില്ല. അപ്പം തന്നെ സച്ചിൻ തിരിച്ചു വയ്ക്കും. അത് വെറുതെ സ്നേഹത്തിനല്ലായിരുന്നു, അതെങ്ങനെ കാശുണ്ടെങ്കിലാന്ന് വെച്ച് എടുത്തതാണ്. എന്നിട്ട് അവർ കാറിൽ കയറി ഇരിക്കുമ്പോഴത്തേനും സച്ചിൻ കാർത്തിക്കിനോട് ചോദിക്കും, നിനക്ക് ജിൻസി ഇതുപോലെ സ്നേഹസമ്മാനമൊന്നും തന്നിട്ടില്ലേ? അപ്പം അവരുടെ കോളേജ് കാലത്തേക്ക് പോവാണ്. കാർത്തിക് അങ്ങനെ കോളേജ് ലൈബ്രറിയിൽ ഇരിക്കുമ്പോൾ ജിൻസി ഒരു കുഞ്ഞു ഗണപതിയുടെ ഗിഫ്റ്റും കൊണ്ട് വരുന്നുണ്ട്. ആ ഗണപതിയാണ് ഇപ്പം വണ്ടിയിലിരിക്കുന്ന ആ ഗണപതി. അപ്പോൾ അത് കാണുമ്പോൾ കാർത്തിക് വളരെ ഹാപ്പി ആവും. അപ്പോൾ ജിൻസി പറയും, നിനക്ക് ഗണപതിയെ ഭയങ്കര ഇഷ്ടമല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിക്കൊണ്ടുവന്നതെന്ന് പറയും. ആ സമയം ജിൻസിക്ക് അങ്ങോട്ട് മെസ്സേജ് ഫോൺ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ജിൻസി മുഖം പെട്ടെന്ന് വാടുമ്പോഴത്തേനും കാർത്തിക് ചോദിക്കും, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ജിൻസിയുടെ ഫ്രണ്ട് ബ്രേക്കപ്പ് ആയി എന്ന് പറയുന്നുണ്ട്. അപ്പം കാർത്തിക് ഓക്കെ എന്ന് പറയുമ്പോഴത്തേനും ജിൻസി പറയും, എന്തായാലും അവൻ്റെ കുറ്റം കൊണ്ടായിരിക്കും അവർ ബ്രേക്കപ്പ് ആയെന്ന് പറയും. അപ്പോൾ കാർത്തിക് പറയും, നീ ഏതാ ശരി തെറ്റെന്ന് അറിയാണ്ട് കാരണം അറിയാണ്ട് എങ്ങനെയാണ് അവനെ കുറ്റം പറയുന്നത്? അത് ഉറപ്പാണ്, അവൻ തന്നെയായിരിക്കും കാരണമെന്ന് ജിൻസി പറയും. എന്നിട്ട് അപ്പോൾ അവൻ സപ്പോർട്ട് ചെയ്തവർ സംസാരിക്കുമ്പോഴത്തേനും ജിൻസി പറയും, പിന്നെ നീ അവൻ്റെ സൈഡല്ലേ? അപ്പോൾ കാർത്തിക് പറയും, ഞാൻ ആരുടെയും സൈഡല്ല, ഇപ്പോൾ കാര്യം അറിഞ്ഞിട്ടില്ലല്ലോ എന്താണെന്ന്, അല്ലെങ്കിലും അവൻ ആണായതുകൊണ്ട് നീ അവൻ്റെ സൈഡേ നിൽക്കുള്ളൂ എന്നും പറഞ്ഞിട്ട് ജിൻസി ദേഷ്യപ്പെടും. അപ്പോഴത്തേനും പറയും, നമ്മൾ ഇതുപോലെ എങ്ങനെ ബ്രേക്കപ്പായി നോക്കിക്കോ എന്ന് പറയും. അപ്പോൾ കാർത്തിക് പറയും, നമ്മളെന്തിനാണ് ബ്രേക്കപ്പ് ആവുന്നത്? എൻ്റെ വീട്ടിൽ അച്ഛൻ സമ്മതിക്കും. അപ്പോൾ ജിൻസി പറയും, എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ അച്ഛനെ സമ്മതിക്കും, അപ്പോൾ നമ്മൾ ബ്രേക്കപ്പ് ആവൂലല്ലേ? അപ്പോൾ കാർത്തിക് പറയും, ഇല്ല എന്നൊക്കെ പറയും. അങ്ങനെ ഇരിക്കുമ്പോഴാണല്ലോ അച്ഛൻ സമ്മതിക്കാത്തതിൻ്റെ പേരിൽ ഇവർ ബ്രേക്കപ്പ് ആവേണ്ടി വന്നത്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് സോഫി പേഴ്സിൽ കാശ് തിരയുവാണ്. അത് കണ്ടിട്ട് അമൃത ചോദിക്കും, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ സോഫി പറയും, ഞാൻ ഇന്നലെ കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ് കടം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാക്കി ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ അമൃത പറയും, അതെവിടെ പോകാനാണ്, ഒരാളല്ലേ ഉള്ളൂ അത് എടുക്കാനായിട്ടെന്നും പറഞ്ഞിട്ട് സോഫി കരയുവാണ്. അപ്പോൾ സോഫീനെ അമൃതയും അമ്മയും കൂട്ടിയിട്ട് സമാധാനിപ്പിക്കുവാണ്. സാരമില്ല സോഫി, പോട്ടെ, അച്ഛനല്ലേ എന്ന് പറയുവാണ്. എത്ര നാളെന്നും പറഞ്ഞിട്ടാണ് ഇങ്ങനെ, അങ്ങേര് മകളെന്നുള്ള രീതിയിൽ എന്നെ സ്നേഹിച്ചിട്ടേ ഇല്ല, എത്ര ദുഷ്ടനാണെങ്കിലും മക്കളെ സ്നേഹിക്കത്തില്ലേ, എന്നെ അങ്ങനെ പോലും സ്നേഹിച്ചിട്ടില്ല, അയാളെ എനിക്ക് അച്ഛനായിട്ട് കാണാനേ സാധിക്കില്ല, അയാളൊന്ന് മരിച്ചു പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ സോഫി പറയുകയാണ്. അപ്പോൾ അമ്മ സമാധാനിപ്പിക്കുകയാണ്. അപ്പോഴത്തേനും സോഫി പറയുന്നു, അയാളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാനൊരു കല്യാണം കഴിച്ചത്, എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി എന്നൊക്കെ പറയും. അപ്പോൾ അമ്മയും അമുദയും കൂടിയിട്ട് സോഫിനെ സമാധാനിപ്പിക്കുകയാണ്. സോഫിക്ക് ഒരുപാട് സങ്കടമായിട്ടുണ്ട് അച്ഛനെ കാരണം. അത് കഴിഞ്ഞ് കാണിക്കുന്നത് സോഫിയുടെ അച്ഛനൊരു ബാറിൽ നിന്നിട്ട് മദ്യപിക്കുന്നതാണ്. മദ്യപിച്ച് കഴിഞ്ഞിട്ട് അയാൾ കാശ് അടയ്ക്കാൻ നേരത്ത് നമ്മൾ സച്ചിൻ കൊടുത്ത് നിരോധിച്ച 1000 രൂപയില്ലേ, ആ 1000 രൂപ എടുത്തിട്ട് കൊടുക്കും. അപ്പോഴത്തേനും അയാൾ അറിയും ഈ 1000 രൂപ നിരോധിച്ചതല്ലേന്ന് പറയുമ്പോഴാണ് അയാൾക്കും ബോധം വരുന്നത്, അയ്യോ എന്നുള്ളത്. പിന്നെ പെട്ടെന്ന് അയാൾ പറയും, ATM മെഷീൻ എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഇതാക്കാൻ നോക്കും. അപ്പോഴത്തേനും മറ്റേ ആൾ പ്രശ്നമാക്കും, അതൊന്നും അറിയണ്ട, എനിക്ക് കാശ് വേണമെന്നൊക്കെ പറയുമ്പോഴത്തേനും വേറൊരാൾ അവിടെ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരാൾ എണീറ്റ് വന്നിട്ട് ആ കാശ് കൊടുക്കും. അപ്പോൾ സോഫിയുടെ അച്ഛൻ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് അയാളുടെ നിന്ന് വീണ്ടും മദ്യപിക്കും. അപ്പോൾ അയാൾ പറയും, ഞാനൊരു ഹോട്ടൽ നടത്തുന്ന ആളാണ്, അപ്പം ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നതെന്ന് സോഫിയുടെ അച്ഛൻ ചോദിക്കുമ്പോഴത്തേന് അയാൾ പറയും, നിങ്ങൾ എന്നെ സഹായിച്ചാൽ കുറച്ചും കൂടി നന്നായിട്ട് പോകാൻ പറ്റും എന്ന് പറയും. അപ്പോൾ എന്താണ് അയാളിൽ നിന്നും കിട്ടേണ്ടത് എന്നുള്ള, സോഫിയുടെ അച്ഛനിൽ നിന്നും എന്തോ ഹെൽപ്പ് വേണം അയാൾക്ക്, പക്ഷേ എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ കാണിക്കുന്നില്ല. അത് കഴിഞ്ഞ് കാണിക്കുന്നത് സോഫീനെ അന്വേഷിച്ച് അമ്മ പുറത്തൊക്കെ ഇറങ്ങി നോക്കുമ്പോഴത്തേനും സച്ചിൻ പറയും, സോഫിയെ ഞാൻ കടയിൽ പറഞ്ഞു വിട്ടേക്കുവാണെന്ന് പറയും സാധനം വാങ്ങാനായിട്ട്. അപ്പോൾ അമ്മ പറയും, എന്താണ് നിങ്ങൾ വീട്ടിനകത്തേക്കൊക്കെ വരാത്തത്? അപ്പോൾ സച്ചിൻ പറയും, അല്ല പുറത്ത് നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ അങ്ങനെ ഇരിക്കുന്നതെന്ന് പറയും. അപ്പോൾ അമ്മ പറയും, ശരി,
പക്ഷേ എൻ്റെ ഭർത്താവ് എല്ലാവരെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നിങ്ങളുടെ അച്ഛനെക്കുറിച്ച് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എന്താ അച്ഛൻ്റെ പേരെന്ന് ചോദിക്കുമ്പോൾ എന്താ ഹരഹര സ്വാമി അങ്ങനെ എന്താ കള്ളം പറയും. അത് കഴിഞ്ഞിട്ട് പറയും എവിടെ എങ്ങനെയാണ് പരിചയം എന്ന് ചോദിക്കുമ്പോൾ അവരൊക്കെ ചെന്നൈയിൽ ഒരു റൂമിലെങ്ങാണ്ടാണ് താമസിച്ചിരുന്നത്, എനിക്കും അറിയില്ല, ഞാൻ കുട്ടിയായിരുന്നുകൊണ്ട് എനിക്കത്ര അറിയില്ല എന്ന് സച്ചിൻ പറയും. അപ്പോൾ അച്ഛനിപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഈ ഇടയ്ക്ക് മരിച്ചു എന്ന് പറയും. എന്നിട്ട് ചോദിക്കും സച്ചിൻ എന്താ നാട്ടിൽ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചെറിയൊരു ഹോട്ടൽ നടത്തുന്നുണ്ട്, തട്ടുകട നടത്തുന്നുണ്ടെന്ന് പറയും. അപ്പോൾ അമ്മ പറയും ഓ അതാണ് ഇന്നലെ കഴിച്ച ചട്നിക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് പറയും. അപ്പോൾ സച്ചിൻ പറയും അതെൻ്റെ അമ്മ പഠിപ്പിച്ചതാണെന്ന് പറയും. അപ്പോൾ അമ്മ ചോദിക്കും അമ്മ എന്ത് ചെയ്യുന്നു, കൂടെയാണോ താമസം എന്ന് ചോദിക്കുമ്പോൾ അമ്മ 15 വർഷമായി മരിച്ചിട്ടെന്ന് പറയും. ഓക്കെ എന്ന് പറയും. എന്നിട്ട് അമ്മ ചോദിക്കും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കാർത്തിക്കിനോട് ചോദിക്കാൻ മടിയായിട്ടാണ്, അവസാനമായിട്ട് അച്ഛൻ എന്താ പറഞ്ഞത്, മരിക്കുന്ന സമയത്ത് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ സച്ചിൻ പറയും അത് കാർത്തിക്കിൻ്റെ കല്യാണം നടത്താൻ പറ്റിയില്ല, ക്ഷമിക്കും മോനെ, അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞത്, വേറൊന്നും എനിക്കറിയില്ല അമ്മയെന്ന് പറയും. അപ്പോൾ അമ്മ വിഷമിച്ചങ്ങ് പോകും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ജിൻസി ചെടി നനച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ജിൻസിൻ്റെ അച്ഛൻ വന്നിട്ട് പറയും മോളെ, ഒരു അങ്കിളിൻ്റെ പേര് പറഞ്ഞിട്ട് പറയും നിനക്ക് അങ്കിളിനെ ഓർമ്മയില്ലേ, ഞാൻ ഇന്ന് കണ്ടായിരുന്നു, അങ്ങേരുടെ മകൻ ഇപ്പം പഠിച്ച് വലിയ ജോലിയൊക്കെ വാങ്ങി എഞ്ചിനീയറൊക്കെ ആയിട്ടുണ്ട്, അപ്പോൾ അവർ ഇനിയിപ്പോൾ നാട്ടിലേക്ക് വരുന്നുണ്ട്, അപ്പോൾ നിന്നെ ഒന്ന് പെണ്ണ് കാണാൻ വരട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിൻസി പറയും വേണ്ട അച്ഛാ, എനിക്കിപ്പോൾ താല്പര്യമില്ല. അപ്പം അച്ഛൻ പറയും ഞാൻ വയസ്സായി വരുവാണ്, നിൻ്റെ കല്യാണം കാണണമെന്ന് എനിക്കും ആഗ്രഹമില്ലേ. അപ്പോൾ ജിൻസി പറയും എനിക്കിപ്പോൾ താല്പര്യമില്ല അച്ഛൻ, എനിക്ക് ഇനിയും പഠിക്കണം. അച്ഛൻ്റെ എന്താണ് കാണണമെന്ന് പോലും അറിയാണ്ട് ഞാൻ അച്ഛൻ്റെ വാക്ക് വിശ്വസിച്ച് ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് ജിൻസി അങ്ങ് വിഷമിച്ച് പോവാണ്. എന്നിട്ട് ജിൻസി ഇരുന്ന് ആലോചിക്കുവാണ്. അന്ന് അത് കഴിഞ്ഞിട്ട് അച്ഛൻ വന്ന് പെണ്ണ് ചോദിച്ചു കഴിഞ്ഞിട്ട് കാർത്തിക്കിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാർത്തിക് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അച്ഛൻ സമ്മതിക്കാത്തത്. അപ്പോൾ ജിൻസി പറയുന്നുണ്ട് എനിക്കും അറിയില്ല, അച്ഛൻ എന്താണെന്നുള്ളത് പറഞ്ഞില്ല. അപ്പോൾ കാർത്തിക് പറയുന്നുണ്ട് ഇത് നമ്മുടെ ലൈഫാണ്, നമ്മുടെ തീരുമാനമാണ്, നീ എൻ്റെ കൂടെ വാ ജിൻസി, ഞാൻ നിന്നെ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജിൻസി ഞാൻ വരില്ല കാർത്തിക്, അച്ഛന് വേറെ ആരുമില്ല, അമ്മയും കൂടി ഇല്ല, അച്ഛനൊന്ന് കഴിച്ചോ എന്ന് പോലും ചോദിക്കാൻ പിന്നെ ആരും കാണത്തില്ല, നീ പറയാമല്ലേ നിൻ്റെ അച്ഛൻ നിനക്ക് ദൈവമാണെന്ന്, അതുപോലെ തന്നെയാണ് എനിക്കും. എന്നിട്ട് ജിൻസി പറയുന്നുണ്ട് നിനക്ക് നല്ലൊരു ലൈഫ് കിട്ടും കാർത്തിക്, എൻ്റെ പ്രാർത്ഥനയിൽ എന്നും എപ്പോഴും നീ കാണും എന്നൊക്കെ പറഞ്ഞ് ജിൻസി ഒരുപാട് കരഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് സോഫിയുടെ അച്ഛൻ ഇങ്ങനെ വഴി നിൽക്കുമ്പോൾ പീറ്റർ അതുവഴി പോകുന്നുണ്ട്. അപ്പം പീറ്ററിനെ വിളിച്ചിട്ട് പറയും എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ പീറ്റർ പറയും എൻ്റെ കയ്യിൽ നിന്ന് ഒരു കാശ് പോലും തരത്തില്ല. അപ്പോൾ സോഫിയുടെ അച്ഛൻ പറയും കാശ് എനിക്ക് വേണ്ട, ഞാൻ അങ്ങോട്ട് തരാം. അപ്പം പീറ്റർ പറയും രാവിലെ എന്നെ കുടിച്ചിട്ടുണ്ടോ. അപ്പോൾ സോഫിയുടെ അച്ഛൻ പറയും ഏയ് ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല, ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്, അപ്പോൾ കാശ് നീ ചോദിക്കുന്ന കാശ് ഞാൻ തരാം എന്ന് പറയും. എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും അവിടുത്തെ രത്നസ്വാമിയുടെ അവിടുത്തെ സാമ്പാറിൻ്റെ സീക്രട്ട് റെസിപ്പി പറഞ്ഞു തരണം, അപ്പോൾ ചോദിക്കുന്ന കാശ് കിട്ടും എന്ന് പറയും. അപ്പം പീറ്റർ പറയും സത്യമായിട്ടാണോ, അപ്പോൾ ആദ്യമെന്ന് പറയും. അപ്പോൾ പീറ്റർ പറയും ഞാൻ ഇതുവരെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് കാശ് കിട്ടുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇത് കിട്ടും നീ പറയുന്നൊക്കെ പറഞ്ഞിട്ട് പീറ്റർ പറയും നാളെ രാവിലെ സോഫി ഉണ്ടാക്കുന്ന സാമ്പാറിൽ നിന്ന് കുറച്ച് ഒഴിച്ചെടുക്കണം. അപ്പോൾ അങ്ങേര് പറയും സോഫിയുടെ സാമ്പാറല്ല, അമൃത ഹോട്ടലിലെ സാമ്പാറിൻ്റെ ഐഡിയ പറഞ്ഞേ, സോഫി അവിടെയല്ലേ ജോലി ചെയ്യുന്നേ, അപ്പോൾ അവിടുത്തെ സീക്രട്ട് അറിയാമായിരിക്കുമല്ലോ, അപ്പോൾ ആ സാമ്പാർ കുറച്ച് ഒഴിച്ചെടുക്കണം, എന്നിട്ട് അതിലോട്ട് കുറച്ച് സൈനൈഡും പോയിസണും ഒക്കെ വാങ്ങിച്ച് ഒഴിക്കണം. അപ്പോഴത്തേനാണ് അയാൾക്ക് കാര്യം മനസ്സിലാവുന്നത്, നീ എന്നെ പറ്റിക്കുവാണല്ലേടാ, ഇതെനിക്ക് നാണമില്ലേടോ, എനിക്ക് മനസ്സിലായി ഇത് ആർക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത്, മറ്റേ ആ ഹോട്ടൽ നടത്തുന്നവന് വേണ്ടിയിട്ടുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പീറ്റർ നേരെ വഴക്കും കൊടുത്തിട്ട് പീറ്ററിൻ്റെ വഴിക്ക് പോവാണ്. കഴിഞ്ഞ ദിവസം പാലിൽ നിന്ന് അടിച്ചപ്പോൾ ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ വന്നില്ലേ ഹോട്ടൽ നടത്തുന്നത്, അയാളൊരു ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചില്ലേ, അത് ഇതായിരുന്നു, ഈ സീക്രട്ട് റെസിപ്പിക്ക് വേണ്ടിയിട്ടായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അമുദയും കാർത്തിക്കും ഇളങ്കോയും അമ്മയും കൂടിയിട്ട് അച്ഛൻ്റെ അടുത്ത് ചടങ്ങിനുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുവാണ്. 150 പേർക്ക് ഫുഡ് കൊടുത്താൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യുവാണ്. ആ സമയത്ത് അമുദ പറയും ഇളങ്കോയോട് പറയും കാർത്തിക്കിന് ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്ന കാര്യം അറിയാമല്ലോ, അപ്പോൾ പറയാം ഒരു ഷർട്ടും ഒരു മുണ്ടും എടുത്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ കാർത്തിക് പറയും ഒന്ന് പോരാ 2 വേണം. അപ്പോൾ ചോദിക്കും എന്തിനാ 2? അപ്പോൾ ഉടനെ ഇളങ്കോ അത് ഇവിടെ വീട് പെയിൻ്റ് അടിക്കുന്ന കാര്യം. അമുദ ചോദിക്കും അതെന്താ ഒരു ബന്ധമില്ലാണ്ട് പറയുന്നത്, വീട് പെയിൻ്റ് അടിക്കുന്ന കാര്യമല്ലല്ലോ പറഞ്ഞത്, ഇവിടെ എന്താ പറയുന്നത്, നിങ്ങളെന്താ പറയുന്നത്. അപ്പോഴത്തേനും കാർത്തിക് പറയും അതല്ല എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ അമുദ പറയും എനിക്ക് കുറേ നാളായിട്ട് ഡൗട്ടുണ്ട്, ആരാ അയാൾ എന്ന് ചോദിക്കും സച്ചിനെ കുറിച്ചിട്ട്. അവസാനം കാർത്തിക് പറയുവാണ് അമുദയോട് നമ്മുടെ ചേട്ടനാണെന്ന്. അപ്പോൾ അമുദയും അമ്മയും ഞെട്ടിയിട്ട് നോക്കുവാണ്. ആ സമയം പീറ്ററും സച്ചിനും കൂടിയിട്ട് വേറൊരിടത്തിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുവാണ്. രാത്രിയാണല്ലോ അവർ കൂടുന്നത്. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുവാണ്. അപ്പോഴത്തേനും സച്ചിൻ പറയുന്നുണ്ട് സോഫിയുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് പാവം തോന്നുന്നു, അവളുടെ കാര്യം കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മേനെയാണ് ഓർമ്മ വരുന്നത്. അവൾ അന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ നമ്മളെ കൊല്ലുന്നതിന് സമമാണ് നമ്മളെ സ്വപ്നം നടക്കാതിരിക്കുന്നതെന്ന് പറയുന്നത്, എന്നിട്ട് അവളിപ്പോൾ എന്തൊക്കെയാണ് സഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സോഫിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി ഇരിക്കുവാണ്. ആ സമയം വീട്ടിലവിടെ ബോംബ് പൊട്ടിയിട്ടിരിക്കുവാണല്ലോ. അമ്മ അതിൻ്റെ ദേഷ്യത്തിന് കാർത്തിക്കിന് അടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അച്ഛനെക്കുറിച്ച് അനാവശ്യം പറയരുതെന്ന്. കാർത്തിക് ഒരു അമ്മ അച്ഛനാണ് പറഞ്ഞതെന്ന് പറയും, പക്ഷെ അമ്മ ഒരു രീതിയിലും
വിശ്വസിക്കുന്നില്ല. അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, അച്ഛൻ എന്നോട് കള്ളം പറയത്തില്ല, നീ കള്ളാ പറയുന്നത്, അങ്ങയുടെ മകനൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ദേഷ്യം കാണിക്കുന്നുണ്ട്. ആരായാലും ഈ ഒരു സമയം പെട്ടെന്ന് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ നല്ലതായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അവസാനം അമ്മ പറയും, എവിടെയാ സച്ചിൻ, എവിടെ, എനിക്ക് അവനെ കാണണമെന്നും പറഞ്ഞിട്ട് അമ്മ പുറത്തേക്ക് ഇറങ്ങി അവൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ സമയം സച്ചിനും വീട്ടിൻ്റെ അടുത്ത് നിന്ന് എത്തിയായിരുന്നു, തിരിച്ച് നടന്നു വരുമായിരുന്നു. അപ്പോൾ അമ്മ കണ്ടായിരുന്നു. അപ്പോൾ സച്ചിൻ ഇവരെല്ലാം കണ്ടിട്ട്, നിങ്ങളെല്ലാവരും കൂടി ഇവിടെ രാത്രി ജോഗിങ്ങിന് പോകണം എന്ന് തമാശയോട് ചോദിച്ചിട്ട് വരുമ്പോഴേ ഇവിടെ ഫുള്ള് കരിപ്പിലിരിക്കുവാണല്ലോ. അപ്പോൾ അമ്മ വന്നിട്ട് അവനോട് ചോദിക്കും, ഈ കാര്യങ്ങളൊക്കെ ചോദിക്കും. നീ അങ്ങയുടെ മകനാണെന്നാണ് പറഞ്ഞത്, നിൻ്റെ അച്ഛൻ്റെ പേര് ഞാൻ രാവിലെ ചോദിച്ചപ്പോൾ നീ വേറെ ഏതെങ്കിലും പേര് പറഞ്ഞത്. എന്നിട്ട് പിന്നെ സച്ചിൻ്റെ അമ്മേനെ കുറിച്ചിട്ട് ഒരുപാട് മോശമായിട്ട് പറയും. നിൻ്റെ അമ്മയുടെ അടുത്ത് ചോദിക്കും അച്ഛൻ ആരാണെന്ന്. അത് എന്നിട്ട് എൻ്റെ അമ്മ മോശക്കാരിയാണ്, നിൻ്റെ അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അമ്മേനെ കുറേ പറയും. അമ്മേനെ പറയുമ്പോൾ സച്ചിന് നല്ല ദേഷ്യം വരും. എൻ്റെ അമ്മയൊന്നും പറയാം, നിൻ്റെ അമ്മയും പറ്റിപ്പാണ്, നീയും ചതിയനാണ്, നിൻ്റെ അമ്മയും ചതിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മേനെ ഒരുപാട് പറയും, മോശമായിട്ട് പറയും. അപ്പോഴത്തേനും അവനത് സഹിക്കാൻ പറ്റത്തില്ല. അവൻ കാർത്തികിനോട് പറയും, ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ ഞാൻ വരുന്നില്ല എന്ന്. അപ്പോൾ അമ്മ പറയും, എന്തിനാ കാർത്തികിനോട് ദേഷ്യപ്പെടുന്നത്, നീ ഞങ്ങൾ സ്വത്ത് അടിച്ചു മാറ്റാനല്ലേ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയും അമുദയും കൂടിയിട്ട് അവരുടെ കഴുത്തിലും കാതിലും ഒക്കെ കിടന്നതെല്ലാം കൂടിയിട്ട് ഊരി അവൻ്റെ ദേഹത്തോട്ട് എറിഞ്ഞിട്ട് ഇവിടുന്ന് പൊയ്ക്കോണമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അങ്ങ് പോകും. അവർ പോയി കഴിയുമ്പോൾ കാർത്തിക് സച്ചിനോട് പറയുന്നുണ്ട്, നീ പോവരുത്, അവർ തുടക്കത്തിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും, ആദ്യമായിട്ട് കേൾക്കുന്നതല്ലേ, അപ്പോൾ അവരിങ്ങനെ ആയിരിക്കും, നീ പോവരുതെന്ന് പറയും. അപ്പോൾ സച്ചിൻ പറയും, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇതൊന്നും അവരോട് പറയരുതെന്ന്, എന്നിട്ട് നീയല്ലേ പോയി പറഞ്ഞു കൊടുത്തത്. അപ്പോൾ കാർത്തിക് പറയും, എടാ അച്ഛനെ കൊടുത്ത വാക്കല്ലേ, നീയും കൊടുത്തതല്ലേ വാക്ക്, അയാൾ എൻ്റെ അച്ഛനും അല്ല, ഞാൻ ആർക്കും വാക്കും കൊടുത്തിട്ടില്ല, ഞാൻ പോവാണ്, എൻ്റെ അമ്മയെക്കുറിച്ച് നീ പറഞ്ഞത് കേട്ടതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിൻ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുവാണ് അമ്മേനെ പറഞ്ഞതുകൊണ്ട്. അപ്പോൾ കാർത്തിക് കാല് പിടിച്ച് കരഞ്ഞിട്ട് പറയുന്നുണ്ട് പോവരുത് പോവരുതെന്ന്. പക്ഷേ സച്ചിൻ ആ ദേഷ്യത്തിൽ നിൽക്കുന്നതുകൊണ്ട് അവനെ തള്ളി മാറ്റിയിട്ട് പോകുന്ന വഴിക്ക് ഇളങ്കോയ്ക്ക് ഒരു അടിയും കൊടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ അത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് കഴിയുന്നത്. നമ്മളിപ്പോൾ കണ്ട 4ാമത്തെ എപ്പിസോഡാണ് കേട്ടോ. ഇനി 2 എപ്പിസോഡും കൂടിയാണ് ഉള്ളത്. അപ്പോൾ അടുത്ത ഉടനെ തന്നെ ഞാൻ 5, 6 ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്